ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇഷിതയുടെ അടുത്ത് നാളെ രചന വന്നിട്ട് കുഞ്ഞിൻ്റെ അവകാശം ചോദിക്കും. അതായത് നമ്മുടെ കുഞ്ഞെന്ന് ഉദ്ദേശിച്ച ചിപ്പിയുടെ അവകാശം തിരിച്ചു ചോദിക്കും. അതിനുവേണ്ടി കോടതിയിൽ ഒരു ഫയൽ കൊടുക്കാൻ വേണ്ടി പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, നീ ഏതൊക്കെ കോടതിയിൽ പോയാലും നീ എന്തൊക്കെ ചെയ്താലും ശരി, ചിപ്പി മോളെ ഞാൻ നിനക്ക് വിട്ടു തരില്ല. പിന്നെ ചിപ്പി മോൾക്ക് നിന്നെ കാണാനും സംസാരിക്കാനും നിന്റെ കൂടെ കഴിയാനൊക്കെ അവകാശമുണ്ട്, അതിനുള്ള എല്ലാ ഇതും ഉണ്ട്. പക്ഷെ അത് നീ സ്വന്തമായിട്ടൊരു വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രം മതി. ആകാശിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ചിപ്പിമോളെ കൊണ്ടുവരാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ ഇഷിത പറയുമ്പോൾ രചന പറയണ്ട, അതിന് നിന്റെ സമ്മതം ആർക്ക് വേണോടി, നീ നോക്കിക്കോ, 2 മാസം 2 മാസം അതിനുള്ളിൽ ഞാൻ ബെറ്റ് വെച്ചിരിക്കുക, എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകുന്നു. അപ്പൊ തിരിച്ച് ഇഷിതയും ബെറ്റ് വെക്കുന്നുണ്ട്. ശരി, അതിനുള്ളിൽ നീ കൊണ്ടുപോയില്ലെന്നാണ് ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു ബെറ്റ് വെക്കാം. ഞാൻ പ്രസവം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ആദീനെ ഞാൻ ഇവിടെ ഈ വീട്ടിലെത്തിക്കും എന്ന് പറയാണ്. നീ എന്ത് പറഞ്ഞൂടി എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടി ഇഷിതൻ അടിക്കാൻ പോകുമ്പോഴേക്കും ഇഷിത ആ കൈ പിടിച്ച് തിരിക്കാട്ടോ രചനയുടെ. അതേടി, ഞാൻ പറഞ്ഞ സത്യമാണ്, നീ പറഞ്ഞ കാര്യം നടക്കൂലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നടന്നിരിക്കും. അതെ, ഈ ഡോക്ടർ ഇഷിതയാണ് പറയണത്. തീർച്ചയായിട്ടും ആദീന എൻ്റെ പ്രസവത്തിന് മുമ്പ് പൂർണ്ണമായിട്ടും ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും എന്ന് പറയാട്ടോ. അത് കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ രചന ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് നമ്മുടെ ഈ ഇഷിത പവിത്രം സീരിയലിലാണ് കാണുന്നത്. പവിത്രത്തിൽ വിക്രത്തിന് വെടിയൊക്കെ കൊണ്ട് മുറിവൊക്കെ ആയിട്ട് വേദയാണെങ്കിൽ വിക്രത്തിന് ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ വിക്രത്തിന് മുറിവ് ഉണക്കണമെന്നുണ്ടെങ്കിലും അതിൽ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിലും മരുന്ന് വെക്കണമെങ്കിലും ഒരിക്കലും വേദയ്ക്ക് പറ്റില്ല. അതിനൊരു ഡോക്ടറിന്റെ സഹായം തന്നെ വേണം. അല്ലെങ്കിൽ നമ്മുടെ വിക്രത്തിന്റെ ആ പഴുപ്പ് പഴുക്കുകയും പല പ്രശ്നങ്ങളും സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോഴാണ് ഇഷിത വിക്രത്തോട് പറഞ്ഞത്, എനിക്കൊരു കൂട്ടുകാരി ഉണ്ട്, ഇഷിത അയ്യർ എന്നാണ് പേര്, ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട്, അവള് വരും, അവളിപ്പോ പ്രഗ്നന്റ് ആണ്, പക്ഷെ ഞാനൊരു സഹായം ചോദിച്ചുകൊണ്ട് അവള് വരും, അവളെ വിശ്വസിക്കാവുന്നതാണെന്നൊക്കെ പറയാണ്. അങ്ങനെ ഇഷിത നമ്മുടെ വിക്രത്തിന്റെ അടുത്തേക്ക് വരും കേട്ടോ. വിക്രം ആ സമയത്താണെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞിരിക്കായിരിക്കും. അപ്പൊ ഇഷിത പറയണ്ട്, കുറച്ച് സീനാണല്ലോ വേദ, കുറച്ച് സീരിയസ് ആണ് മുറിവും കാര്യങ്ങളും, പക്ഷെ കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഇപ്പൊ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കി ട്രീറ്റ്മെന്റ് ഞാൻ നാളെ വന്ന് ചെയ്തോളാം, എന്തായാലും ഞാനിപ്പോൾ സ്റ്റിച്ചൊക്കെ കെട്ടിത്തരാം, എല്ലാ കാര്യങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ മരുന്നുള്ള മുറിവിനുള്ള മരുന്നും കാര്യങ്ങൾ തരാം, പെട്ടെന്ന് ഉണങ്ങാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തരാം, പിന്നെ നീ ശരിക്കും സൂക്ഷിക്കണം. ശരിക്കും എന്താ സംഭവിച്ചെന്ന് നിശ്ചിത വേദയെടുത്ത് ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ മുമ്പ് തൊട്ടുള്ള കാര്യങ്ങൾ പറയാണ്. ആ ഒരു പിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കുമാണ് ഈ ചെക്കനായിട്ട് പ്രശ്നം ഉണ്ടായത്. പിന്നെ ആ ചെക്കനും എൻ്റെ അനിയത്തി നമ്മൾ പ്രണയത്തിലായിരുന്നു, പിന്നെ ആ ചെക്കനെ വേറെ ആരോ കൊലപ്പെടുത്തി, അത് ഇപ്പോഴും പക ഉള്ളിൽ വെച്ച് വിക്രമാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും ഇപ്പൊ രംഗത്ത് വന്നിരിക്കണം. അതിന്റെ പേരിൽ ഇന്നലെ ഒരുപാട് ഉപദ്രവിച്ച വിക്രത്തിനെ അങ്ങനെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, കുഴപ്പമില്ലടി ഞാൻ നോക്കിക്കോളാം വിക്രത്തിനെ എന്ന് ഇഷിത പറയണം. ശേഷം ഇഷിത മുറിവ് ഡ്രസ്സ് ചെയ്യണ സമയത്ത് വിക്രം ആന് കരയാട്ടോ. വിക്രം കരയുമ്പോൾ വേദയും പൊട്ടി കരയാണ്. ശേഷം ഇഷിത വേദത്തെ മാറ്റി നിർത്തി പറയണ്ട, എനിക്ക് മനസ്സിലായി, നിനക്ക് വിക്രത്തിന് ഒരുപാട് ഇഷ്ടമാണല്ലേ, നോക്ക് നിനക്ക് ഞാൻ വിക്രത്തിനെ പഴയതിൽ മുഷിരാക്കി തിരിച്ചു തരും, നീ ഒരു 1 വീക്ക് എനിക്ക് സമയം താ എന്ന് ഇഷിത പറയാണ്. പക്ഷെ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇഷിത മുറിവുകളെല്ലാം തന്നെ സ്റ്റിച്ചൊക്കെ ചെയ്ത് മുറിവിൽ നന്നായിട്ട് മരുന്നൊക്കെ ചെയ്ത് നല്ല പൊതിഞ്ഞ് കെട്ടി കൊടുക്കാനായിട്ട് നാളെ വരാമെന്ന് പറയുന്നുണ്ട്. നാളെ വരുമ്പോൾ ഇഷിത വിക്രത്തിന് നല്ല ക്ഷീണമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ട്രിപ്പ് ഇടാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വിക്രം പതുക്കെ ഓക്കെ ആവാണ്. പിന്നെ ഇഷിതയായിട്ടും വിക്രം നല്ല കൂട്ടാവുന്നുണ്ട് കേട്ടോ. വിക്രത്തിനോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇഷിത. അപ്പൊ വിക്രം പറയേണ്ട എല്ലാ കാര്യങ്ങളും വേദ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഇഷിത നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, നല്ലൊരു ആളാണ്, ഇഷിതക്ക് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ, നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് തന്നെ ഇഷിത പ്രസവിക്കും, ഒന്നും കൊണ്ട് ഇഷിത ഡോക്ടർ വിഷമിക്കേണ്ട, എൻ്റെ വിഷമം കണ്ടിട്ട് ഇഷിത ഡോക്ടർ വന്നല്ലോ, അതെന്നെ വലിയ കാര്യം എന്ന് പറയാണ്. അങ്ങനെ അവരുടെ നല്ലൊരു മഹാസംഗമമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.